എന്റെ അമ്മോ, എന്റെ അമ്മച്ചിയെ. അയ്യോ, ദേ നിക്കണ്, ദേ നിക്കണ്. മാറിക്ക് അവിടുന്ന്, മാറിക്ക്. എടി ഞാൻ കണ്ടു. എന്ത് കണ്ട്? ഞാൻ കണ്ടു. എന്റെ ദൈവമേ, ഞാനിനി എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? എന്റെ അമ്മോ, എന്നെ ഏട്ടാ ഇത് കുറെ നേരമല്ല കിടന്ന് ബാക്കിയുള്ള കിടന്ന് ഉറങ്ങണം ഇവിടെ. കണ്ടു, ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. ബാക്കിയുള്ള ഉറങ്ങണം ചേട്ടനോട് നന്ദനത്തിൽ ബാലാമണി കളിക്കണം. അതല്ലാതെ പിന്നെ എടാ ചത്തുപോയാ നമ്മളെ അച്ഛനോട് വന്നു. ജീവിച്ചിട്ടപ്പോ ചൊവ്വേതന്നെ കുടുംബത്തിൽ വരാത്ത അച്ഛനാണ് ചത്തപ്പ വരാൻ പോണത്. എടാ അച്ഛനോട് വന്ന് എന്റെ കഴുത്തി പിടിച്ച് ഞെക്കി കാണു മാത്രമല്ല ഞാൻ കേൾക്കുകയും ചെയ്തു. എന്ത് കേട്ടെന്നാന്നേ ഒരച്ഛന്റെ രോദനം. എന്താടാ രാത്രി കിടന്നൊരു ബഹളം? അമ്മേ, അമ്മ ഇവിടെ അച്ഛൻ നമ്മളെ മരിച്ചുപോയ അച്ഛനെ കണ്ടെന്ന് ചേട്ടൻ കഴുത്തിന് കുത്തിപ്പിടിച്ചെന്ന്. എടാക്ക നിന്റെയൊക്കെ അച്ഛൻ മരിച്ചിട്ട് ഇത്രയും കൊല്ലമായില്ലേ? അച്ഛന്റെ ആത്മാവിന് ഒരു തുള്ളി വെള്ളം കൊടുത്തിട്ടുണ്ടോടാ നീയൊക്കെ? ആ തന്തയ്ക്ക് പച്ചവെള്ളം ഞാൻ കൊടുക്കില്ല, പച്ചവെള്ളം. നിങ്ങൾ കേൾക്കണം, ചെറുപ്പത്തിൽ ഞാനിവിടെ ഇരുന്ന് ഇംഗ്ലീഷ് വായിച്ചുകൊണ്ടിരിക്കുക. ഈ പുള്ളി കള്ളുകൂടിയും കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ കൊഞ്ഞനം കുത്തി കാണിച്ചാന്ന് പറഞ്ഞ് 4 മണിക്ക് ഒരു ഒറ്റയടി. ഫുട്ബോൾ പോലെ ഞാൻ അപ്പുറത്തെ രമണിയുടെ വീട്ടിൽ ചെന്ന് ചാടിയോ. അതിന് ചേട്ടൻ ഈ പരാതി അന്ന് പറഞ്ഞില്ലല്ലോ. അന്ന് എനിക്കും ഉണ്ടായില്ല, രമണിക്കും ഉണ്ടായില്ല പരാതി. പിന്നെ ആർക്കായിരുന്നു പരാതി? അവിടെ കെട്ടിയോണ്ട് ഞാനിവിടെ ചെന്നേന്. മാറാത്തത് കള്ള പേടിക്കണ്ട, നിങ്ങൾ ആരും പേടിക്കണ്ട. ഈ ഉപദ്രവമൊക്കെ മാറ്റാൻ വേണ്ടി ഞാൻ ഒരു ജോത്സ്യനോട് കൂടെ വരാൻ പറഞ്ഞിട്ടുണ്ട്. ആ ജോത്സ്യനുടെ കാലമുള്ള അടിപൊളിയാ. നാട്ടുകാരി ജോത്സ്യനല്ല, പിന്നെ ജോത്സ്യൻ. ജോത്സ്യൻ. ഓ ജോത്സ്യൻ, അയാളൊക്കെ വന്നത് ശരിയാവുക? പിന്നെ ശരിയാവോന്നോ? എടാ നമ്മളെ ഈ വന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ല. അപ്പൊ ആ ജോത്സ്യനല്ലേ വരുന്നത്? അല്ലെന്ന്. പിന്നെ അതല്ല ഞാൻ പറഞ്ഞത്. പിന്നെ പുള്ളി നിസാരക്കാരനല്ലടാവേ. ജോത്സ്യം മാത്രല്ല പുള്ളിക്ക്, മന്ത്രവാദം മന്ത്രവാദിയാ പുള്ളി. ആണോ? ആ ചുട്ട കോഴീനൊക്കെ പറപ്പിച്ചുകൊണ്ടിരുന്ന ആളല്ലേ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ ഇതും പറഞ്ഞ് ഇവിടെ ഇരിക്കാനാണോ ഉദ്ദേശം? നിങ്ങൾ അകത്ത് വന്ന് കിടക്കും മനുഷ്യ. എന്റെ പൊന്നെ, അച്ഛന്റെ ഉപദ്രവം പിന്നെ സഹിക്കാം, ഇതിന്റെ ഉപദ്രവം സഹിക്കാൻ പറ്റാത്ത ഞാൻ ഇവിടെ വല്ലോടത്തും ചുണ്ട കൂടിക്കോളാം. നിങ്ങൾ എവിടെയെങ്കിലും കിടക്കും, ഞാൻ പോവാ. അയ്യോ കൃത്യസമയത്ത് തന്നെ ജോത്സ്യം വരുമെന്നാ പറഞ്ഞത്. സംഭവം എല്ലാം റെഡിയാക്കി വെച്ചേക്കണേ. എല്ലാം റെഡിയാണ്. പിന്നെ ചെണ്ടേപ്പിളൊക്കെ കിട്ടിയാ? ചെണ്ടവിളക്കൊക്കെ അങ്ങനെ കൊണ്ടുവരും. എന്റെ ദൈവം. ആ പിന്നെ പ്രത്യേകിച്ചേ ജോത്സ്യനൊരു സംഭവം പറഞ്ഞിട്ടുണ്ട്, പൂവും പുഷ്പവും വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടൊന്നും ഒപ്പിക്കാൻ എന്നെ കൊണ്ടൊന്നും പറ്റില്ല. ഇപ്പൊ ഇവിടെ എന്നാ ഉള്ളത്? എന്റെ ദൈവമേ, എമ്മേ വരോടിച്ച് പെണ്ണുമ്പിള്ള പറഞ്ഞു കേട്ടില്ലേ പുഷ്പം. കഷ്ടം. ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ചേട്ടൻ എവിടെ പോയി? അങ്ങനെ എവിടെ പോയി എനിക്കറിയാൻ പറ്റില്ല. അങ്ങനെ എവിടെയെങ്കിലും ഉണ്ടാവും. ഈ പുള്ളിക്കാരൻ കഷ്ടമാന്നോർത്തേ. ചേട്ടൻ എവിടെ പോയി കിടക്കായിരുന്നു? ഞാൻ ആരാ നേരത്തെ പോയതാണ്. അതിനല്ല, വിളക്ക് മേടിക്കാൻ പോയതാ. എന്റെ പൊന്നേ, ജോത്സ്യൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരും. വരട്ടെ. ആ വരട്ടെ. തീരുമാനം ഇന്ന് എല്ലാത്തിനും തീരുമാനം ഉണ്ടാക്കാന്ന്. ഒരു വണ്ടി വരുന്നുണ്ട് കേട്ടോ, ജോത്സ്യനാണെന്നാ തോന്നുന്നത്. ജോത്സ്യൻ വീണേ. വീണതല്ല, ഭൂമി ദേവിയെ വണങ്ങിയതാ. ഇങ്ങനെ വണങ്ങി കഴിഞ്ഞാൽ ദേവി പിണങ്ങും. അല്ലാണ്ട് മുണ്ടേ ചവിട്ടി കൂട്ടി വീണതല്ല. മുണ്ടേ ചവിട്ടി എന്റെ പട്ടി വീഴും. എന്തോരും പട്ടികളെ അവിടെ മുണ്ടെടുത്തോണ്ട് നടക്കണേ. അമ്മേ ദളവതി. ദളവതിയാ? വേറെന്തോ പറയുമല്ലോ. അമ്മേ ഭഗവതി. അമ്മേ ഭഗവതി, കാത്തു സൂക്ഷിച്ചാക്കണേ. നീ ഒന്ന് സൂക്ഷിക്കണം, നല്ലതാ. മൊത്തം ദുർഭൂതങ്ങളാണല്ലോ. അയ്യോ, അതെന്റെ സ്വന്തക്കാരും ബന്ധുക്കാരൊക്കെയാ. അതല്ല, നിങ്ങളുടെ പെരക്കൂറ്റും മൊത്തം ദുർഭൂതങ്ങളാണല്ലോ. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ സമയം നോക്കണം. 11:10. അല്ല, അവിടെ നിർത്തി രാശി വെച്ച് സമയം നോക്കണം. നോക്കാം. ദോഷഫലങ്ങളുണ്ട്, വാസ്തുദോഷമുണ്ട്, പിതൃദോഷമുണ്ട്, ചൊവ്വാദോഷമുണ്ട്, പേരുദോഷമുണ്ട്, ജലദോഷമുണ്ട്. എങ്ങനെ മനസ്സിലായി? ഇങ്ങനെ കാണിച്ചപ്പോ മനസ്സിലായി. അത് മഴ കൊണ്ട് നടക്കണത് കൊണ്ടാ. മഴ കൊണ്ട് നടക്കണം, വല്ല കൊടയും കൊണ്ട് നടക്കാൻ കാര്യങ്ങളിൽ കിടക്കാം. ഇഷ്ടപ്രകാരമുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കംപ്ലീറ്റ് സാധനം ഉണ്ടെന്ന് പറഞ്ഞാൽ പോരാ, ഇവിടെ കാണണം, എന്നാലേ കാര്യങ്ങൾ ഭംഗിയാവുള്ളൂ. അപ്പൊ നിലവിളക്കുണ്ട്, അവലുമലരുണ്ട്, കദളിപ്പഴമുണ്ട്, അടയ്ക്കാൻ പറ്റിലുണ്ട്. അതിനകത്ത് വെക്കണ ദക്ഷിണ മാത്രമില്ല. ദക്ഷിണ തരൂ. തരണം, എന്നാലേ കാര്യങ്ങൾ ഭംഗിയാവുള്ളൂ. പക്ഷെ അതിനു മുമ്പ് എനിക്കൊരു ചെറിയ സംശയമുണ്ട്. അച്ഛന്റെ കാര്യത്തിൽ വല്ല സംശയം ഉണ്ടോ? ഒരു സംശയമില്ല. അപ്പൊ എന്നാ എന്നെ പെണ്ണുമ്പുള്ള സംശയം ഉണ്ടോ? എന്നെ പോലെ ഉണ്ട്. അതാണ്. അതൊന്നും അല്ല എന്റെ സംശയം. അതായത് ജോത്സ്യന്റെ ഈ പലക ഉണ്ടല്ലോ, ഈ പലകയിൽ എഴുതി വെച്ചേക്കണ ഷൂ എന്നത്. അത് നല്ല സംശയമോ? അത് ഞാൻ പറഞ്ഞുതരാം. അവിടെ ഒരു ചേട്ടനും ചേച്ചി ഇരിക്കണണ്ട. നല്ല കിടുക്കൻ ചേച്ചി. നല്ല കിടുക്കൻ ഇടിയും കിട്ടും. ആ ചേട്ടൻ അറിയാതെ ചേച്ചിനെ മാത്രം ഒന്ന് വിളിച്ചേ. അപ്പൊ ചേട്ടൻ കേൾക്കൂലേ? അടുപ്പ് പറഞ്ഞില്ല ഒരു ഷൂ, അതേപോലത്തെ ഒരു ഷൂ ആണ് ഈ പലയെ കിടക്കണ ഷൂ. അല്ല ഷൂ. പിന്നെ കായും പൂവും ചേർത്ത് വേറെ കുറെ ഷൂ ഉണ്ട്. അത് ഇവിടെ പറഞ്ഞ അനാവശ്യമായി പോകും.
അപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. വിശ്വാസം ഉണ്ടോ? അതാണല്ലോ എല്ലാം. ചൊല്ലുകളുടെ പരസ്യം പറഞ്ഞ് കളിക്കാനല്ലേ പറഞ്ഞത്. ദൈവത്തിന് വിശ്വാസം ഉണ്ടാ? ഇന്നലെയും പോയായിരുന്നു. എവിടെ പരലോകത്തേക്കാ? അമ്പലത്തിൽ പോയെന്ന്. എന്നിട്ടാ പാലും പഴവും കഴിച്ചു. ദൈവമേ ഗണപതിക്ക് വെച്ചിരുന്നതാ? അല്ല, വഴിപാട് കഴിച്ചു. ആഴ്ചയിൽ 1-2 ദിവസം പോയിട്ട് കഴിക്കണം കേട്ടോ. ഞാൻ എല്ലാ ദിവസവും വൈകുന്നേരം കഴിക്കാറുണ്ട് കേട്ടോ. എന്ത് ചെറുത് ഇത് കഴിക്കണ കാര്യമല്ല പറഞ്ഞത്, വഴിപാട് കഴിക്കണമെന്ന്. അത് കഴിക്കാം. അപ്പൊ ആക്ച്വലി ഇവിടെ എന്താണ് പ്രശ്നം? ചേട്ടാ ആഴ്ചയിലല്ലേ ഇവിടെ പ്രശ്നം, ഇവിടെ ഡെയിലി പ്രശ്നമാണ്. എന്റെ പെണ്ണുമ്പിള്ള ആഴ്ചയിലല്ല, സത്യത്തിൽ ഇവിടെ എന്താ പ്രശ്നമെന്ന് ജോത്സ്യന് ഞാൻ പറഞ്ഞുതരാം. അതായത് ആ. ഞങ്ങളുടെ അച്ഛനുണ്ടല്ലോ, സ്ത്രീ വിഷയത്തിൽ ഇച്ചിരി കമ്പുള്ള ആളായിരുന്നു. അച്ഛന്റെ കഥ പറയണോ? ആ. എടി ചെവി കുത്തിക്കേ. പറഞ്ഞോ. അതായത് കുളിക്കടവിൽ അച്ഛൻ ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എങ്ങനെ കുളിക്കടവില് ചൂണ്ടയിടാതിരിക്കുകയായിരുന്നു. കാല് വഴി കുളത്തിൽ വീണ ആള് തട്ടി. കുളത്തിൽ വീണാണ് അച്ഛൻ മരിച്ചത്. അതെ. കുളത്തിൽ വീണാണ് മരിച്ചത്. ഇപ്പൊ രാത്രി ചേട്ടൻ കിടന്ന് ഉറങ്ങുമ്പോഴേ അച്ഛൻ ഇങ്ങനെ പയ്യെ വന്നിട്ട് താടിക്കിട്ട് ഈ അയ്യോ ഇങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ നിന്റെ മുത്തച്ഛനല്ല, ഇനി എന്റെ മക്കളൊന്നും നിന്നെ അടിക്കുന്നത് കണ്ടുകഴിഞ്ഞാണെങ്കിൽ അച്ഛന്റെ ഉപദ്രവം. അച്ഛന്റെ ഉപദ്രവമാണ് പ്രശ്നം. അതെ. ഒരു കാര്യം ചെയ്താലാ, അച്ഛൻ എന്റെ വഴിയിൽ കെണി വെച്ചാലാ? കെണി വെച്ച് പിടിക്കാൻ അച്ഛനാ വവ്വാലോ. അയ്യോ, അപ്പൊ പിന്നെ എന്ത് ചെയ്യും? ഇയാള് പ്രശ്നം ഉണ്ടാക്കി. നാർന്നോറുകൂടി ചോറിനാതെ കറിയോ ഉത്രട്ടാണ വീശണോ. ഭീഷണോ? അകത്ത് സാധനം ഇരിപ്പുണ്ട്. ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ വീശാം. വിശറാളോ. ഒന്നര ഞാനും വിശ്രാം. അടിപൊളി. ഹേ. അപ്പൊ അവർക്ക് കാര്യങ്ങളിൽ കിടക്കാം. 100 രൂപ കുറയാത്ത ദക്ഷിണ എടുത്തിട്ട് എല്ലാവരും കൈ പിടിച്ചോളാം. ആയിക്കോട്ടെ. എന്നിട്ട് അച്ഛനെ മനസ്സിലങ്ങോട്ട് നല്ലോണം ധ്യാനിക്കാം. അത്രയും പെട്ടെന്ന് അച്ഛന്റെ രാമവാദം ചേരണേന്ന് മനസ്സുരിയോട് പ്രാർത്ഥിക്കാം. അച്ഛന്റെ ആമാവത് നീരണ അയ്യോ ആമവാദം തീരണേന്നല്ല, രാമവാദം ചേരണേന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ ആ, എന്നിട്ട് എല്ലാവരും ദക്ഷിണ കൈ പിടിച്ചിട്ടുണ്ടല്ലോ, നല്ലോണം അങ്ങോട്ട് പ്രാർത്ഥിച്ചോളാം. കണ്ണടച്ചെന്ന് പ്രാർത്ഥിച്ചോളാം. മാനസവീണേ കേരളവർഷേ ഭാരത ഞാനത് കണ്ടേ എന്നിത് വേണ്ടേ. കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പൊ സമസ്ത അപരാധങ്ങളൊക്കെ പുറത്ത് അച്ഛനെ മനസ്സിലങ്ങോട്ട് ധ്യാനിക്കാം. എന്നിട്ട് ഞാൻ ചൊല്ലുന്ന മന്ത്രങ്ങളൊക്കെ അവിടെ ഏറ്റു ചൊല്ലിക്കോളാം. ദൃഷ്ടന്യം ദൃഷ്ടമാന്യം. എന്നത് എന്നെക്കായും വലിയ മന്ത്രമുള്ളത്. ഇത് എങ്ങനെ ചൊല്ലണേത്? മരിച്ചാക്കൾ നിങ്ങളുടെ അച്ഛനല്ലേ, എന്റെ അച്ഛനല്ല. അപ്പൊ നിങ്ങൾ തന്നെ ചൊല്ലണ്ടേ? ചെറുത് വല്ലതും ഉണ്ടെങ്കിൽ പറ. ചെറുതാ? ചെറുതാക്കിത്താ. ഒരു കാര്യം ചെയ്, മന്ത്രം ഞാൻ ചൊല്ലാം, നിങ്ങൾ ക്ലൈമാക്സ് മാത്രം പാടിയാ മതി കേട്ടാ. ദൃഷ്ടന്യം ദൃഷ്ടമാന്യം ഗുണപുരുഷാർദ്രം ഇട്ടഞ്ഞോ ഇട്ടഞ്ചകളകളജം എന്നത് പഞ്ചാരി വേണം. നിങ്ങളെ പ്രശ്നം ഉണ്ടാക്കാൻ. അയ്യോ നിങ്ങളിങ്ങനെ പുറകെ കിടന്ന് ശിങ്കാരിവളം കൊട്ടിക്കഴിഞ്ഞ് എനിക്ക് കൂടെ കൊട്ടാണ്ട് വല്ല നിവർത്തിയുണ്ടോ? അപ്പൊ നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പൊ കൈ ദക്ഷിണ കൈ പിടിച്ചിട്ടുണ്ടല്ലോ, മന്ത്രങ്ങളൊക്കെ ചൊല്ലിയല്ല. ഈ സമസ്ത അപരാധങ്ങളൊക്കെ പുറത്ത് അച്ഛന്റെ ആത്മാവ് ഈ വീട്ടിൽ നിന്നും ഈ വീടിന്റെ പരിസരത്തിൽ നിന്നും ഈ പഞ്ചായത്തിൽ നിന്നും ഈ താലൂക്കിൽ നിന്നും എന്തിനു പറഞ്ഞു ഇന്ത്യയുടെ വേൾഡ് മാപ്പിൽ നടക്കും ഒഴിവാക്കി തന്നെ മനസ്സുരിയോട് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചിട്ട് ആ ദക്ഷിണ ഈ പീഠത്തിലിട്ടിട്ട് ഈ പൂവങ്ങോട്ട് സ്വീകരിച്ചോളാം. ദക്ഷിണ ഇട്ടോളാം, പൂ പിടിക്ക. ദക്ഷിണ ഇട്ടോളാം, പൂ പിടിക്ക. ദക്ഷിണ ഇട്ടോളാം. ദക്ഷിണയില്ല എന്നത്തെ എനിക്ക് പൂവില്ല. ഇങ്ങനെ ദക്ഷിണയാണല്ലോ മോക്ക് കിട്ടിയത്. അപ്പൊ നമുക്ക് കാര്യങ്ങളിൽ കിടക്കാം. ശുക്ലാംബരതരം ശശിവർണം ചതുർഭുജം പ്രസന്നവരണം. അവളവിടേക്ക് ഇരുന്നോട്ട് ഇവിടെ വന്നിട്ട് ഉള്ള പൂജ മുടക്കണോ? പ്രസന്നവരണം ചായ ചായ എടുക്കാൻ പോയി കടുപ്പം കൂട്ടി മധുരം കുറച്ച് എടുത്താൽ മതി കേട്ടോ. പ്രസന്നവരണം ചായ സർവവിഘ്നോപശാന്തേ സ്വാഹാ നിങ്ങളിങ്ങനെ പുറകെ കിടന്ന് ആഹാ ഓഹോ എന്നൊക്കെ പറഞ്ഞ അച്ഛന്റെ ആത്മാവ് പണിക്ക് എഴുന്നേറ്റ് പോകൂലേ? ഞാൻ തന്നെ ഇത് മീറ്റർ ഒപ്പിച്ച് റിഹേഴ്സൽ കൂടി ഇല്ലാതെ ഞാൻ ചെയ്ത് എന്നെ കൂടി തെറ്റിക്കോ? അപ്പൊ നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. അച്ഛന്റെ ശരിയായിട്ടുള്ള പേര് പറഞ്ഞോളാം. മണിയൻ രാമൻ ഇതെന്താ സാഗരലിയ സ്റ്റാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പന് 3 പേരാ. അപ്പന്റെ പേര് ചോദിക്കുമ്പോ തപ്പിക്കളിക്കണ. അപ്പുറത്ത് അമ്മയുണ്ടോ? നമ്മൾ വിളിച്ച് ചോദിക്ക്. അമ്മേ അമ്മേ
നമ്മുടെ അച്ഛന്റെ ശരിക്കുള്ള പേരനമ്മേ. ഇളയവൻ സുരേഷ് ആന്നോടാ? അല്ല മൂത്തവൻ വത്സനമ്മേ. ആ എന്നാ പുരുഷൻ. ഓ, അയ്യോ, അയ്യോ. എന്നാ പുരുഷനാ അമ്മക്കൂട്ടൊരു തപ്പിക്കളി. ഉണ്ട്. എന്തൊരു ചുറ്റിക്കളിയാണല്ലോ. ഏയ് അപ്പൊ പുരുഷനെ ഉറപ്പിക്കാമോ? പുരുഷൻ പുരുഷൻ ചക്ക ജൽമീരാത്ര പറഞ്ഞ് കളിക്കാനല്ല പറഞ്ഞത്. പുരുഷനെ ഉറപ്പിക്കാവോ? ഉറപ്പിക്കാതെ. ഇങ്ങോട്ട് വന്നേ. എന്താണ് ഞാൻ ഈ പറയണേന്ന് അറിയാമോ? നമ്മൾ അച്ഛന്റെ ആത്മാവിനൂടെ വിളിച്ചു വരുത്തിയാണ്. അങ്ങനെ വിളിച്ചു വരുമ്പോ പെരക്ക് ചുറ്റും അച്ഛന്മാരുടെ ബഹളമായി പോകും. അതാണ് ഈ ചോദിക്കണത്. പുരുഷനെ ഉറപ്പിക്കാമോ? പുരുഷൻ പക്ക. ഒരു പ്രാവശ്യം കൂടി ഞാൻ ചോദിക്കണ്, അച്ഛൻ പുരുഷനല്ലേ? അല്ല, അമ്മ പുരുഷൻ, അച്ഛൻ സ്ത്രീ. പുരുഷനാണേ. അപ്പൊ പുരുഷൻ പക്ക. പുരുഷൻ നാമധേയ അമൃതസ്യ. നാള് പറഞ്ഞോളാ. ഭരണി. പൂരാടം. അയ്യോ, നിങ്ങൾക്ക് എല്ലാത്തിനും ഈർണ്ടെണ്ണം വേണമെന്ന് താല്പര്യമുണ്ട്. അല്ല, അച്ഛൻ മരിച്ചത് ഭരണിയിലാണ്. നേരത്തെ പറഞ്ഞു കുളത്തിലൂടാണ് മരിച്ചത്. അയ്യോ അതല്ല, അച്ഛൻ മരിച്ച നാള് അച്ഛൻ മരിച്ച നാള് ഭരണിയല്ലേ? അപ്പൊ ഭരണി നാളസ്യ അമൃതസ്യ. അപ്പൊ പൂരാടം എന്ന് പറയുമ്പോ ജന്മനക്ഷത്രം. നല്ല നക്ഷത്രം എണ്ണിക്കും കിടന്നിട്ട്. അപ്പൊ പൂരാടം എന്ന് പറയുമ്പോ അത്തം ചിത്ര ജ്യോതി വിശാഖം മനുഷ്യൻ തൃക്കട്ടം മൂവാട്ടം വീരാൾപ്പെട്ട ഈരാൾപ്പെട്ട ഇല്ലപ്പെട്ട ഇല്ലപ്പെട്ട എല്ലപ്പെട്ട റാലിപ്പെട്ട സൈദപ്പെട്ട പെട്ട അയ്യോ, ഡാഷിന്റെ പൊക്കം മത്സേഷന്റെ കൊര ഈ പിശാച്ച് കടിക്കൂ. കടിക്കലൊന്നുമില്ല, കൊര മാത്രം. നമ്മുടെ ഭാഗ്യം. അല്ല മോളുടെ ഭാഗ്യം. നമുക്ക് കാര്യങ്ങളിൽ കിടക്കാം. ക്ലാംബരതരം ചതുർവർണ്ണം ചതുർഭുജം ബുധൻ കുജൻ ചൊവ്വ. ഒരു കളയോട് ഒഴിഞ്ഞു കിടപ്പുണ്ടല്ലോ. അത് ഞായറാഴ്ച ഒഴിവല്ലേ? ഓ, ഒഴിവായത് ഭാഗ്യം. എനിക്ക് ഞായറാഴ്ച അയൽക്കൂട്ടത്തിന്റെ മീറ്റിംഗ് ഉള്ളതാ. ഒക്കെ മോക്ക് വേണ്ടിട്ട് ചേട്ടൻ തയ്യാറാക്കിയതാ. അതല്ല, കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. ദോഷഫലങ്ങളുണ്ടല്ലോ, ഭയങ്കര ദോഷം കാണുന്നുണ്ട്. പിന്നെ ശുക്കൂറിന്റെ സ്വഭാവം മൂലം ശശി മാറി കിടക്കണല്ലോ. ശശി മാറിയിരിക്കണം. അതല്ല, ശുക്രന്റെ അഭാവം മൂലം ശനി മാറി കിടക്കുന്നത് കൊണ്ട്. ശുക്രന്റെ അഭാവം മൂലം ശനി മാറി കിടക്കുന്നുണ്ടും ശുക്രൻ ഉച്ചസ്ഥാനിൽ നിന്ന് ഉച്ചക്ക് ഒച്ചത്തിൽ നിലവിളിച്ചിട്ട് കിടക്കുന്നു. മനസ്സിലായില്ല? അയ്യോ, എന്റെ മനസ്സിലായില്ല. ഞാൻ കുഞ്ഞുട്ടൻ അത് മനസ്സിലായി. താൻ പറഞ്ഞത് മനസ്സിലായില്ല. അതെനിക്ക് മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. അതായത് തന്റെ അച്ഛന്റെ ആത്മാവ് പെരക്ക് വിട്ടു ഇങ്ങനെ ഓടി അടക്കാണ്. എന്നെവിടെയെങ്കിലും കൊണ്ടും തിരുത്തേ, എന്നെവിടെയെങ്കിലും കൊണ്ടും തിരുത്തേ, എന്നെവിടെയെങ്കിലും കൊണ്ടും തിരുത്തേ. താനാത് ഇവിടെ വന്നിരുന്നേ. അവിടെ അവിടെ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു. അപ്പേ നിങ്ങളുടെ അച്ഛന്റെ ആത്മാവ് നൊലോളിച്ചിട്ട് അടക്കണേ. എന്നെ എവിടെയെങ്കിലും കൊണ്ടും നിർത്താൻ പറഞ്ഞിട്ട് എന്ത് ചെയ്യും? പരിഹാരം അപ്പൊ വേണ്ട, പോകുമ്പോ പൊതിഞ്ഞു തന്നാ മതി. പലഹാരം. പലഹാരമല്ല, ഈ പ്രശ്നത്തിന് പോലെ പരിഹാരം. പരിഹാരം ഉണ്ടല്ലോ, എന്തിനൊരു പരിഹാരം ഉണ്ടല്ലോ. കുറച്ച് വഴിപാടുകളൊക്കെ മുടങ്ങി കിടപ്പുണ്ടല്ലോ. ഇല്ല. ഇവിടെ പലകെ കാണുന്നുണ്ട്. ചേട്ടാ ഉണ്ട്. ചേട്ടൻ അന്ന് പനി വന്നപ്പോ ഞാൻ മറ്റേ ഗുരുവായൂർ അമ്പലത്തിലെ പഴം കൊണ്ട് തുലാഭാരം നേർന്നിട്ടുണ്ടായില്ലേ? എന്നിട്ട് നടത്തിയായിരുന്ന? അത് നടത്താൻ പറ്റിയില്ല, പൈസയുടെ ചെറിയ ബുദ്ധിമുട്ടുണ്ടേ. പൈസയുടെ ബുദ്ധിമുട്ടുണ്ടോ? എന്റെ മോളെ ആകെ 1 കിലോ പഴത്തിന്റെ കേസല്ലേ ഉള്ളു. അതൊക്കെ അങ്ങോട്ട് നടത്തിക്കൂടെ? ഇതൊക്കെ വെച്ച് നീട്ടാൻ പാടുമോ? അപ്പൊ ഒരു കാര്യം ചെയ്യും, എത്ര പെട്ടെന്ന് അത് പോയിട്ട് നടത്തണം. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കുറച്ച് വഴിപാടുകളൊക്കെ ഞാൻ പറഞ്ഞു തരാം, അതും പോയി നടത്തണം. ദേവിക്ക് പട്ടും വളയും കൊടുക്കണം കേട്ടോ. പിന്നെ മുരുകന് വേലി പണിത് കൊടുക്കണം കേട്ടോ. വേലി മാത്രമല്ല, അടിപൊളി മതിലും പണിത് ഗേറ്റും വെച്ച് കൊടുത്തു. അയ്യോ, എടാ മഹാഭാവി, വേലിയല്ല, വേലി ചൂലൊരെണ്ണം പണിത് കൊടുക്കണം കേട്ടോ. കൊടുക്കാട്ടോ. പിന്നെ ഗണപതിക്ക് പാലും പഴവും കൊടുക്കണം കേട്ടോ. കൊടുക്കാട്ടോ. പിന്നെ ഇതൊക്കെ ഗണിച്ചു പറഞ്ഞ ജോലിസിന് ഒരു 1500 ദക്ഷിണ കൊടുക്കണം കേട്ടോ. കൊടുക്കൂലോ. എന്നീ കോപ്പൊന്നും കൂടെ നടക്കൂല. ഇതങ്ങോട്ട് കിട്ടി കഴിച്ചപ്പോണ്ടല്ലോ, നിനക്കും നിന്റെ കുടുംബത്തിനൊക്കെ ഒരു പരിഹാരമായി, എനിക്കും എന്റെ കുടുംബത്തിന് ഒരു നിലവാരമായി. അപ്പൊ ഇനി വേറെ കാര്യങ്ങളൊന്നുമില്ല. അച്ഛൻ എന്റെ പൊന്നെ, ഇത് അച്ഛന്റെ പ്രതിമയാണ്, നിനക്ക് അങ്ങനെ തന്നെ വേണം. അപ്പൊ ഈ അച്ഛനെ അങ്ങോട്ട് നമുക്ക് ആവാഹിച്ചിട്ട് ഈ പ്രതിമയിൽ കാക്കി കഴിഞ്ഞിട്ട് നമുക്ക് അച്ഛനെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഇരുത്തണം. എവിടെ ഇരുത്താൻ പറ്റും? പലയിൽ ഇരുത്തിയാലാ? ഏറ്റുമാനൂര് കുഞ്ഞമ്മയുടെ പേരിൽ 3 സെന്റ് സ്ഥലമുണ്ട്, അവിടെ എഴുതാം. എന്നൊരു 2 നില കെട്ടിടം വന്നിട്ട് അതിന്റെ മുകളിൽ കയറ്റിയിരുത്തി. എടാ മഹാഭാവി, അതല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ ജീവിച്ചിരുന്നപ്പോഴാ കാരണന്മാർക്ക് സന്തോഷം വന്ന കാര്യം നമ്മൾ ചെയ്തിട്ടില്ല. ഇവിടെ കാണുന്നുണ്ട്. അപ്പൊ മരിച്ചപ്പോഴെങ്കിലും ഈ ആത്മാക്കൾക്ക് സന്തോഷം വന്നൊരു കാര്യം നമ്മൾ ചെയ്യണം. ഒരു കാര്യം ചെയ്താലോ? എന്ത് ചെയ്യാൻ പറ്റും? ഈ വന്ന ഞായറാഴ്ച എല്ലാ ആത്മാക്കളെയും വിളിച്ചു കൂട്ടി വീഗാലാലിലേക്ക് ഒരു ടൂർ അങ്ങോട്ട് പോവാം. അടിപൊളിയായിരിക്കും. എടാ നിന്റെയൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യം ചെയ്യും, നമുക്ക് ആവാഹിച്ചിട്ട് അച്ഛനും ഇവിടെ ഇങ്ങോട്ട് നിർത്താൻ നോക്കാം. അപ്പൊ ആവാഹനം അങ്ങോട്ട് തുടങ്ങാം. നമുക്ക് എല്ലാവരും സൂക്ഷിച്ച് ശ്രദ്ധിച്ചൊക്കെ ഇന്നോളം മന്ത്രങ്ങളൊക്കെ ഏറ്റവും വലിയ കൊള്ളാം.
ഉണ്ടാക്കണ്ടോ ഇതെന്നെ നാടൻ പാട്ടോ ഇതെന്നൊക്കെ പരിപാടിയാണ് പഞ്ചാബി വേണം നാടൻ പാട്ട് നിങ്ങൾ ബംഗാളിയാണോ മലയാളിയാണോ ഒരു കാര്യമുണ്ട് ഇവിടെ വെച്ച് ഇതിവിടെ വെച്ച് ഇതിവിടെ വെച്ച് ഇതിപ്പോ എവിടെ വെക്കും അപ്പൊ ഇട്ടില്ല വേറെ പ്രശ്നമില്ല അടുക്കണില്ല അച്ഛനെ അടുക്കണില്ല ഇല്ല അച്ഛനെ കിട്ടണില്ല അച്ഛനെ കിട്ടണില്ല അച്ഛന്റെ മൂത്ത ചേട്ടനെയും കിട്ടണില്ല മൂത്ത വെലിച്ചനെയാ വലിച്ചനെ കിട്ടണില്ല വെലിച്ചനെ എങ്ങനെ കിട്ടും വെല്ലിച്ചൻ ചത്തേണ്ടേ അപ്പൊ ചത്തോരെ മാത്രം കിട്ടുള്ളല്ലേ വലിച്ചിട്ടോ വലിച്ചിട്ടോ അച്ഛൻ മന്നില്ല അച്ഛൻ മന്നില്ല അച്ഛൻ എന്തോ ഒരു വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അച്ഛൻ മന്നില്ല പിന്നെ അത് ഈ മരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടായിട്ട് അത് സാധിക്കാതെ മരിച്ചതാണ് ഇനി കുളിസിയും കാണാത്തതിന്റെ വല്ല വിഷമവും അങ്ങനെ വല്ലതും ഉണ്ടാവും അത് ചെറുതായിട്ടുണ്ടാവുമായിരിക്കും പക്ഷെ അതല്ല ഒരു വലിയ വിഷമം കിടപ്പുണ്ട് ഇവിടെ ഇനിയിപ്പോ ആർക്കെങ്കിലും എനിക്ക് എന്തെങ്കിലും കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് അത് സാധിക്കാതെ നമ്മുടെ മൂത്ത ചേച്ചിയിലും മീൻകാരന്റെ കൂടെ ഒളിച്ചോടി പോയ ആ ചേച്ചിക്ക് അച്ഛന് വേണ്ടി കുറച്ച് പൊന്നും പണം വെച്ചിട്ടില്ലേ അത് കൊടുത്തിട്ടില്ല ആണ് കൊടുത്തിട്ടില്ല സമം പിടുത്തം കിട്ടിയല്ലേ യുദ്ധം കിട്ടിയതല്ല അപ്പൊ നമുക്ക് കാര്യങ്ങളിൽ കിടക്കാം അപ്പൊ ഇട്ടില്ല ഇത് നമുക്ക് ആണെങ്കിൽ ഈ ദോഷഫലങ്ങളൊന്നും ഇവിടുന്ന് പോകൂല ആ ചേച്ചിക്ക് കൊടുക്കാനുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ദോഷം അല്ലെങ്കിൽ അനർത്ഥങ്ങൾ ഉണ്ടാവും ഒരു 2 മാസം മുമ്പ് മോനൊരു ആക്സിഡന്റ് എന്തെങ്കിലും ഉണ്ടായിരുന്ന എന്തുകൊണ്ടാ അച്ഛന്റെ വിഷമം കൊണ്ടാ അല്ല എനിക്ക് ബൈക്ക് ഓടിക്കാൻ അറിയാൻ പാടില്ലാത്തോണ്ടാ മോക്ക് അഗ്നിബാധ അങ്ങനെ എന്തെങ്കിലും ദേഹത്ത് തീവൊള്ളൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്ന ഞാൻ അടുക്കളയിൽ പണിയെടുത്തപ്പോ സാരിയുടെ തുമ്പ് കത്തിയായിരുന്നു എന്തുകൊണ്ടാ അച്ഛന്റെ വിഷമം കൊണ്ടാ പിന്നെ മണ്ണെണ്ണകൾക്ക് കത്തുപിടിച്ചത് അപ്പൊ ഒരു കാര്യം ചെയ്യ് എത്രയും പെട്ടെന്ന് കൊടുക്കാനുള്ളത് അച്ഛന്റെ സംരക്ഷണത്തിൽ കൊണ്ടുവന്ന് വെക്കും ഇത്രയും നേരം അച്ഛൻ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ കാണാനില്ല ഇവിടെ ആരുടെയും ദേഹത്ത് അച്ഛൻ കയറിയിട്ടുണ്ട് ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നതാ എന്റെ സംഭവം അമ്മ അകത്തുണ്ട് ഒരു മിനിറ്റ് അവിടെ കിട്ടെ അവിടെ കിട്ടെ ഇതൊക്കെ കുഞ്ചൂട്ടൻ ജോത്സ്യനുണ്ട് മോള് മേടിക്കണ്ട മിന്റെ ആരാണ് ഇതാണ് അച്ഛൻ കയറിയാക്കണത് ചേട്ടന്റെ കളത്തിൽ വാടാ എടാ കളത്തിലിരിക്കാൻ ഇരിക്കാനാണ് പറഞ്ഞത് ഇരിക്ക മാട്ടേനെ നീ എന്നാ പണ്ണുവേ ഇരിക്ക മാട്ടേനെ നീ എന്നാ പണ്ണുവേ അപ്പാ കിട്ടി சொல்லுவே ഏതപ്പ ഞാനടവേ അപ്പ എന്താ ഒളിച്ചു പോകാൻ പോകില്ല പോകില്ല അങ്ങനെ ഇങ്ങനെയൊന്നും പോയില്ല പാട്ട് പാടി തോപ്പിക്കണം ആരാണ് നീ പാട്ട് പാടി കളിക്കാൻ വന്നാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കത്തെ ഇതൊന്നുമല്ല ഇത് ഒഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ വേറെ കാര്യമുണ്ട് അച്ഛൻ കൊടുത്തയച്ചുള്ള സാധനങ്ങളൊക്കെ ഇവിടെ സംരക്ഷണത്തിൽ കൊണ്ടുവന്ന് വെക്കണം പെങ്ങൾക്ക് കൊടുക്കാനുള്ള എല്ലാ സാധനങ്ങളും കൊണ്ടുവന്ന് വെക്കണം ഒരു കാര്യം അല്ലെങ്കിൽ ചേട്ടന്റെ ഭാഗത്തുനിന്ന് ആത്മാവ് പോകൂല ചേട്ടന്റെ കാലശേഷം നിന്റെ വേഗത്ത് വരും അത് കഴിഞ്ഞ് ഇങ്ങോട്ട് പോകും അതങ്ങനെ ഇനി അങ്ങോട്ട് പോകുന്ന എനിക്ക് അറിഞ്ഞൂടാ അതിപ്പോ സംരക്ഷണത്തിൽ കൊണ്ടുവന്ന് വെക്കണം ഞാൻ എടുത്തിട്ട് വരട്ടെ എടുത്തിട്ടോ പാമ്പരതരം ചച്ചുവർണ്ണൻ ചതുർഭുജം മോളോട്ടിരുന്നോ അപ്പൊ ശശിന്റെ അടുത്ത് പോകണ്ട 1 ലക്ഷം രൂപ അച്ഛനെ ഏൽപ്പിച്ചിട്ടുണ്ട് ഇവിടെ വെച്ചോളാം അച്ഛന്റെ സംരക്ഷണത്തിൽ വെച്ചോളാം ഇനി ഒരു കാര്യവും പേടിക്കണ്ട ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റ് പേടിക്കണ്ട അച്ഛൻ പോയതാ പിന്നെ പിന്നെ അച്ഛൻ പോയാ അച്ഛനൊക്കെ പോയില്ലേ അച്ഛനൊക്കെ പറഞ്ഞിട്ടില്ലേ അച്ഛൻ രാമവാദം ചേർന്ന് അപ്പൊ ഇനി ഒന്നും പേടിക്കാനൊന്നുമില്ല പുള്ളി എഴുന്നേറ്റോളും ഇനിയിപ്പോ ഈ പൈസ മൂത്ത ചേട്ടനെന്നതിക്ക് പുള്ളി തന്നെ കൊണ്ടുപോയിട്ട് ചേച്ചിക്ക് തലയിൽ വെച്ചിട്ട് മിണ്ടാതെ ഉരിയാടാതെ തിരിഞ്ഞു നോക്കാതെ കൊണ്ടേ കൊടുക്കണം നിങ്ങളൊക്കെ ഇനി കുളിച്ച് നനച്ച് ഭക്ഷണം കഴിക്കാണ്ട് ഭക്ഷണം കഴിച്ചു എന്നിട്ടൊക്കെ വന്നാൽ മതി കേട്ടോ മനസ്സുരിയാട് പ്രാർത്ഥിച്ചു കുഴപ്പമൊന്നുമില്ല വേറെ കുഴപ്പങ്ങളൊന്നുമില്ല പോയിക്കോ അങ്ങോട്ട് എന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വന്നോട്ടാ ഓക്കെ പോയാ പോയിക്കോ പോയിന്നേ പിന്നെ പോയല്ലോ അടിപൊളി എന്ന് പറയാൻ പറ്റേ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലല്ല അകത്ത് പോയി കിടക്കേണ്ട പണിയാ രണ്ടുപേരും അകത്തേക്ക് പോയാ അകത്തല്ല ജയിലിൽ പോയിട്ട് ഉണ്ടായിരണ്ടവരും എടാ നിനക്കറിയാമോ എന്റെ അനിയൻ്റെ തെണ്ടി അവന് ഈ അച്ഛന്റെ കാശും കെട്ടിപ്പിടിച്ചുകൊണ്ട് എന്തോരം നാളായി പെരക്കകത്ത് നിനക്കറിയാമോ ചോദിച്ചാൽ തരില്ല അപ്പൊ അച്ഛന്റെ പേരിൽ ഒരു കളി കളിച്ച് പൈസ ഇങ്ങോട്ട് വന്നാണ്ടാ ഇത് നിന്റെ ഫീസ് അത്രേ എന്റെ ഫീസ് എന്ന് പറഞ്ഞാലേ ഇങ്ങനത്തെ ഊടായ്പ് സംഭവങ്ങൾക്കൊക്കെ ഞാൻ ഒരു 2 ലക്ഷം രൂപയാണ് വാങ്ങിക്കല് പിന്നെ കൂട്ടി കഴിച്ചു നോക്കുമ്പോ ഇത് ഏകദേശം ഒരു 1 ലക്ഷം ഉണ്ടാവും ബാക്കി 1 ലക്ഷം അപ്പൊ തരും എന്റെ അച്ഛാ അയ്യോ